ഗുഡ് മോർണിംഗ്. നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലെ തേർഡ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ആൽഫയും ബീറ്റയും റൂട്ട്സ് ആകത്തക്ക രീതിയിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം രണ്ട് വേരിയബിൾസ് റൂട്ട്സ് ആകത്തക്ക രീതിയിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവയുടെ സം ഓഫ് ദ റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സും വേണം. നമ്മളിവിടെ അതിനു മുന്നേ തന്നെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എ എന്ന് പറയുന്നത് കോസ് 2π/7 പ്ലസ് ഐ സൈൻ 2π/7 ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് എ റൈസ് ടു 7 ഒന്ന് കണ്ടുവെക്കുന്നു. ഇപ്പൊ ഡിമോറിയേഴ്സ് തിയറം അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എ റൈസ് ടു 7 വാല്യൂ 1 വരും. നെക്സ്റ്റ് സം ഓഫ് ദ റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ എടുക്കുമ്പോൾ നമുക്ക് ഒരു ജി പി വിത്ത് ഫസ്റ്റ് ടൈം എ ആൻഡ് കോമൺ റേഷ്യോ എ വരും, വിച്ച് ഈസ് എ ഇൻറ്റു 1 - n ഡിവൈഡഡ് ബൈ 1 - r. അത് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് -1 വരും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എടുക്കുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ രീതിയിൽ വരും. അതില് എ റൈസ് ടു 7 become 1 and a raised to 8 become a raised to 9 become a square and a raised to 10 become a cube. ഓക്കെ, ആദ്യം നമുക്ക് ഒന്ന് വന്നിട്ടുണ്ട്, അതിനെ ഒരുമിച്ച് മാറ്റി ബാക്കിയുള്ളത് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ നേരത്തെ സം ഓഫ് ദ റൂട്ട്സ് തന്നെ വരും, വിച്ച് ഈസ് -1. So product of the roots become 3 - 1 2. ഓക്കെ, നമുക്കറിയാം സം ഓഫ് ദ റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നത് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദ റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. സോ നമ്മളുടെ റിക്വയർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. ഓക്കെ,